Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. Rusty. In today's class, we are going to discuss about the effect of force and torque on an electric dipole when it is placed in an electric field. So in the previous class, we learned about dipoles and dipole moment. എന്തായിരുന്നു ഡൈപോൾ എന്ന് പറയുന്നത്? When two equal and opposite charges, it is plus q and minus q, when separated by a small distance, then it forms as a dipole. Okay, ഇതാണ് ഒരു ഡൈപോൾ എന്ന് പറയുന്നത്. What happens when this dipole is placed in an electric field? So ഇലക്ട്രിക് ഫീൽഡിൽ ഇവിടെ ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോഴുള്ള കേസുമുണ്ട്, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോഴുള്ള കേസുണ്ട്. രണ്ട് കേസുണ്ട് കേട്ടോ. So first we are going to discuss about the torque on a dipole when it is placed in an uniform electric field. Uniform electric field വെച്ചാൽ എല്ലായിടത്തും അതിന്റെ സ്ട്രെങ്ത് ഒരേപോലെ തന്നെ ആയിരിക്കും. So this is the direction. These white lines represents the direction of electric field. That is from positive to negative. Okay. Electric field direction എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. മറക്കരുത് കേട്ടോ അത്. ഇനി ഇതാണ് നമ്മളുടെ ഡൈപോള്. അതായത് ഇത് പ്ലസ് മൈനസ് ക്യൂ ചാർജ്, ഇത് പ്ലസ് ക്യൂ ചാർജ്. ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡൈപോള്. ആൻഡ് ഹിയർ വി നോ ദാറ്റ് ദ ഡൈപോൾ മൊമെന്റ്, ഡൈപോൾ മൊമെന്റ് എന്താന്ന് കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞൊന്ന് എടുത്ത് നോക്കിയേക്കണം. ആൻഡ് ദ ഡൈപോൾ മൊമെന്റ്, ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ഈസ് ഫ്രം മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. ഓക്കെ, ഇത് ഓർത്തിരിക്കണം, തെറ്റിപ്പോവരുത്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം പ്ലസ് ടു പോസിറ്റീവ് ടു നെഗറ്റീവ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ഈസ് ഫ്രം മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ഇനി ഇതിങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക നോക്കിക്കേ. ഇതൊരു പ്ലസ് ക്യൂ ചാർജ് അല്ലേ, ഇവിടെ മൈനസ് ആണ് വരുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ, നെഗറ്റീവ് റീജിയനാ. സോ ഇതിനെ ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിൽ ഈ ചാർജിന് ഒരു ഫോഴ്സ് വരും. ദാറ്റ് ഫോഴ്സ് ഇസ് ഗിവൺ ബൈ F is equal to QE. ഓക്കെ, ഇതല്ലേ നമ്മുടെ ഫോഴ്സ്. Similarly, there also will be a force acting in this charge minus Q, which is equal to minus Q into E. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങോട്ടും ഒരു ഫോഴ്സ് വന്നു കണ്ടോ. അപ്പൊ നമുക്ക് എഴുതാം ഫോഴ്സ് ഓൺ ദ ചാർജ് പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് വരും, പ്ലസ് ക്യൂ ഇ, ആൻഡ് ഫോഴ്സ് ഓൺ ദ ചാർജ് മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ പ്ലസും മൈനസും ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ മൈനസ് ക്യൂ ആയതുകൊണ്ട് ഇവിടെ മൈനസ് എടുത്തു, അങ്ങനെയല്ല. ഇറ്റ് ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. ആക്ച്വലി ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ നോക്കിക്കേ, ഈക്വൽ ആണ്. സോ ടോട്ടൽ ഫോഴ്സ് ഓൺ ദിസ് ഡൈപോൾ ഈസ് F is equal to F plus plus F minus. എന്ത് വന്നു? ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 0 കിട്ടും. അതായത് ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ഡൈപോൾ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇസ് 0. ഓക്കെ, അത് മൈൻഡിൽ വെച്ചോട്ടോ. അപ്പൊ ഇനി അടുത്ത ഞാൻ പറയാൻ പോവാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ ചുമ്മാതെ ഡൈപോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്നാണോ? ഒരിക്കലും പറ്റത്തില്ല. ഈ ഇലക്ട്രിക് ഫീൽഡിനെ ഇതിന്റെ കൺട്രോളിൽ ആ ഡൈപോളിൽ നിർത്താനാണ് ഇഷ്ടം, അതിന്റെ ഡയറക്ഷനിൽ. സോ ഈ ഫോഴ്സ് ഈക്വലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചെറുതെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും, ടെൻഡ് ടു റൊട്ടേറ്റ് in the direction of electric field, and that rotational effect of force is called torque. Okay, so even though the force is 0 on a dipole, there is a rotational effect of force which is called torque, and we are going to find that torque. Torque, which can be represented by the letter tau. Tau എന്ന് പറഞ്ഞ ലെറ്റർ ആണിത്, which is equal to either one of the forces into perpendicular distance between the forces. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. either one of the forces മതി, ഏതെങ്കിലും ചാർജിലുള്ള ഫോഴ്സ്, which is equal to QE into perpendicular distance between the forces. അത് നമ്മളൊന്ന് കണ്ടുപിടിക്കണം.
അതായത് ദാ ഇപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ദാ ഈ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്? ഇങ്ങോട്ട് ഇവിടെയാണ്, ഇവിടെ ഈ ഡയറക്ഷനിലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ലെറ്റ് ദിസ് ആംഗിൾ വിൽ ബി തീറ്റ, ദെൻ ദിസ് സൈഡ് വി വാണ്ട് ടു ഫൈൻഡ് ദിസ് സൈഡ്. ഇതെന്താ പറയുന്നത്? ആംഗിളിന് ഓപ്പോസിറ്റ് ആണ്. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം 2a, സോ ദിസ് വിൽ ബി 2a sin theta. കണ്ടോ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് ഈസ് 2a sin theta. അപ്പൊ നമുക്ക് അതിനെ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാമല്ലോ. ടോ ഈസ് ഈക്വൽ ടു QE ഇൻറ്റു എന്തായിരുന്നു 2a sin theta. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. Q ഇൻറ്റു 2a E sin theta. So what we get is Q into 2a എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്, represented by the letter small p. Small p E sin theta എന്ന് വരും. എന്ത്? ടോർക്ക്, which is equal to PA sin theta നെ നമുക്ക് P ക്രോസ് E എന്ന് എഴുതാം. കണ്ടോ? ഇതാണ് നമ്മളുടെ ടോർക്കിന്റെ ഇക്വേഷൻ. ഇതിങ്ങനെ കൊണ്ടുവന്ന് കണ്ടുപിടിച്ച് ഡിറൈവ് ചെയ്ത് വരാനും പഠിക്കണം. ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ കാണാതെയും പഠിക്കണം. ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് എന്ന് പഠിച്ചാൽ മതി. ക്രോസ് എവിടെ വന്നാലും പി സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പൊ ഇതിനുണ്ടല്ലോ, ഇതിനൊരു ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ആക്ച്വലി ഇക്വേഷൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. അതിന്റെ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ പറയുമ്പോഴാണ് അതിന്റെ ബ്യൂട്ടി വരുന്നത്. സോ നമുക്ക് അതൊന്ന് നോക്കാം. അതായത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇതായിരുന്നു, നമ്മുടെ ഡൈപോൾ മൊമെന്റ് ഇങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ആണ് ഈ ഒരു ഡയറക്ഷൻ ആയിരുന്നു. അപ്പൊ ഈ ആംഗിൾ തീറ്റയാണ്. സോ ഇവിടെ എഫക്റ്റ് ഓഫ് ഫോഴ്സ് മൂലം ഈ ഡൈപോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. സോ ഒരു ക്രോസ് പ്രോഡക്റ്റ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞതിന്റെ അർത്ഥം ഇറ്റ് ഈസ് എ റൊട്ടേഷൻ ഫ്രം പി ടു ഇ. പി ക്രോസ് ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റൊട്ടേഷൻ ഫ്രം പി ടു ഇ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു സ്ക്രൂ ഇമാജിൻ ചെയ്യുക. നമ്മളൊരു സ്ക്രൂ ഇങ്ങനെ തിരിക്കുമ്പം വി ആർ റൊട്ടേറ്റിംഗ് ദ സ്ക്രൂ ഇൻ ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ. ദ ഡയറക്ഷൻ ഓഫ് സ്ക്രൂ ഈസ് ടുവേഴ്സ് ദിസ് ബോർഡ്. കണ്ട, ഈ ബോർഡിലേക്കാണ് അതിന്റെ ഡയറക്ഷൻ വരുന്നത്. അതായത് ഇവിടെ ടോർക്കിന്റെ ഡയറക്ഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? ഇൻ ടു ദ ബോർഡ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഈ റൊട്ടേഷൻ വരുന്നതെങ്കിൽ, ഇഫ് യു ആർ റൊട്ടേറ്റിംഗ് ലൈക്ക് ദിസ്, ഔട്ട്വേർഡ് ആയിരിക്കും ഡയറക്ഷൻ വരുന്നത്. അത് വെക്റ്റർ ക്രോസ് പ്രോഡക്റ്റിന്റെ ഒരു ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ് കേട്ടോ, അത് മനസ്സിലാക്കിയിരിക്കണം. സോ വാട്ട് വി ഗെറ്റ് ഇസ് ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. അതായത് പിയിൽ നിന്ന് ഇയിലേക്കുള്ള റൊട്ടേഷൻ എഫക്റ്റ് ആണ്. സോ വി ഗെറ്റ് ദ ഡയറക്ഷൻ ഓഫ് ടോർക്ക് ഇൻ ടു ദ ബോർഡ് ഈ കേസിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ. ടോർക്കിന്റെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതുകയാണേ. ഞാനൊരു സാധനം അതിനിടയ്ക്ക് പറയാനായിട്ട് മറന്നുപോയി. ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ വിച്ച് ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. അതായത് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0, സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? സൈൻ 0 0 ആയിരിക്കും. ദാറ്റ് ഈസ് ടോർക്ക് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അത് ഞാൻ വരച്ച് കാണിച്ചു തരാം. അതായത് നമ്മളുടെ ഈ കേസിൽ തീറ്റ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് ഇങ്ങനെ ഒന്ന് അലൈൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ? സോറി, തീറ്റ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈപോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. സോ അവിടെ ടോർക്കിന്റെ എഫക്റ്റ് പിന്നെ ഉണ്ടോ? ഇല്ല. പക്ഷെ തീറ്റ മാക്സിമം ആയിരിക്കും. 90 ആണെങ്കിലോ അത് ഇങ്ങനെ ഡൈപോൾ നിൽക്കുന്നെങ്കിൽ ഒരിക്കലും പറ്റില്ല, അതിന്റെ കൂടെ ഇങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ അത്രയും ഫോഴ്സിൽ അതിനെ പിടിക്കും. അപ്പൊ അതെന്താണ്? അവിടെ റൊട്ടേഷൻ എഫക്റ്റ് കൂടുതലായിരിക്കും. സോ അത് നമുക്ക് ഇക്വേഷൻ വെച്ചൊന്ന് റെപ്രസെന്റ് ചെയ്യാം. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് 90 ഈസ് 1. സോ ടോർക്കിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും വിച്ച് ഈസ് ഈക്വൽ ടു പി ഇ. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. When theta is equal to 0, torque is equal to 0. When theta is equal to 90, torque is equal to maximum which is equal to PE. ഇത് പഠിച്ചു വെക്കണേ. So next we are going to discuss about the effect of torque or effect of force when a dipole placed in a non-uniform electric field. So ഇതാണ് എൻ്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇങ്ങനെയാണ് വരുന്നത്. ഇനി എൻ്റെ ടോർക്കിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, എനിക്കിപ്പോഴും ടോർക്ക് എന്നാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷൻ ആണെങ്കിൽ
അതായത് പിയുടെ ഡയറക്ഷനാണ് ഞാൻ ഈ കാണിച്ചത്. അതായത് പിയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആണ് വരുന്നത്. സോ ഇവിടെ വരുമ്പം ഇവിടെ എന്ത് ചാർജ് ആയിരുന്നു വരുന്നത്? മൈനസ് ക്യൂ. ഇവിടെ പ്ലസ് ക്യൂ ചാർജ് ആയിരിക്കും വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലെങ്കിൽ അപ്പോൾ ഇവിടെയുള്ള ഫോഴ്സിന്റെ കമ്പോണന്റ് ദേ ഇങ്ങനെ ക്യൂ ഇ എന്ന് വരും. ഇവിടെ നോൺ യൂണിഫോം ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇച്ചിരി കുറവാണെങ്കിൽ ഇവിടെ ഇങ്ങനെയായിരിക്കും വെക്റ്റർ വരിക. അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ ഇവിടെ ഈ വെക്ടറിന്റെ ലെങ്ത് വേരി ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത്. അതായത് വേരി ചെയ്ത് വരയ്ക്കാന്ന് വെച്ചാൽ ഇവിടെ ലെങ്ത് കൂടുതലാണ് വെക്ടറിന്റെ. സോ ഇവിടെ എഫക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇവിടെ ലെങ്ത് കുറവാണ്, ഫോഴ്സ് കുറവായിരിക്കും. പക്ഷെ ഡയറക്ഷൻ ഇസ് ഓപ്പോസിറ്റ്. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചു വെച്ചേക്കുന്നത്. സോ ഇൻഎഫക്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇൻഎഫക്റ്റ് ഫോഴ്സ് നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഏതായിരിക്കും? ഈ ഡയറക്ഷൻ ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? എങ്ങോട്ടാണ് ഫോഴ്സ് കൂടുതലുള്ളത്? ഇവിടെ അല്ലേ. അപ്പൊ നെറ്റ് ഫോഴ്സ് എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും. ആൻഡ് ദിസ് ഈസ് ഓൾസോ ദി direction of increasing electric field. ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസിങ് ഡയറക്ഷനിലായിരിക്കും വരിക. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇഫ് ദ ഡൈപോൾ മൊമെന്റ് ഈസ് പ്ലേസ്ഡ് പാരലൽ ടു ദ increasing electric field, then the net force will be in the direction of the increasing electric field. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇത് തന്നെയാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി എൻ്റെ ഡൈപോൾ മൊമെന്റ് ഞാനൊന്ന് തിരിച്ചു വെച്ചു. ഡൈപോൾ ഒന്ന് തിരിച്ചു വെച്ചു. സോ ദിസ് ഇസ് പി. ഈ കേസിൽ ഡൈപോൾ തിരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ തിരിഞ്ഞു. അപ്പൊ ആ കേസിൽ ഇവിടെ വരുമ്പം നമുക്ക് ഫോഴ്സ് വരയ്ക്കാനായിട്ട് ഇവിടെയാണ് ഇൻക്രീസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനാണ്. ഇൻക്രീസിങ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനില്ല. പക്ഷെ ഇവിടെ മൈനസും വന്നേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരും. മൈനസ് ക്യൂയിനെ മാറ്റി നിർത്താനാണ് നോക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഇവിടെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങനെയും വരും. ഓക്കെ, കണ്ട? അപ്പൊ ഇവിടുത്തെ വെക്ടറിൽ ലെങ്ത് കൂടുതലുള്ള വെക്ടർ ഇവിടെയല്ലേ. അതായത് നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിൽ വരും? ഈ ഡയറക്ഷനിലായിരിക്കും നെറ്റ് ഫോഴ്സ് വരുന്നത്. കണ്ട? ഇതില് ഈ ഡയറക്ഷനിലായിരിക്കും എന്ത്? ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് ഇലക്ട്രിക് ഫീൽഡ്. ഇൻക്രീസിങ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. അതായത് if the dipole is parallel to the electric field and this is the direction of increasing electric field, then the net force is in the direction of the increasing electric field. Okay, and then if this is the direction of the increasing electric field and the dipole is placed anti-parallel to the increasing electric field, then the net force is opposite to the direction of the increasing electric field, or it is in the direction of the decreasing electric field. കാര്യം മനസ്സിലായല്ലോ? സോ നമ്മൾ നമ്മുടെ തിയറി പാർട്ടൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് രണ്ട് പ്രോബ്ലം ചെയ്യാം. എന്താന്ന് ചോദിച്ചാലേ, കഴിഞ്ഞ ലെക്ചറിലും ഞാൻ ഡൈപോൾ മൊമെന്റിന്റെ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞെങ്കിലും അത് വെച്ച് പ്രോബ്ലം ഒന്നും ചെയ്തില്ല. പിന്നെ ഈ ലെക്ചറിലാണെങ്കിൽ ടോർക്കിനെ പറ്റി പറയുകയും ചെയ്തു. സോ ഈ രണ്ടിനും വേണ്ടിയിട്ട് ഒരു രണ്ട് പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, പോവരുത്, പ്രോബ്ലം ചെയ്തിട്ടേ പോകാവൂ. ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പഠിപ്പിക്കുന്ന സമയത്തും പറയുന്നതാണ് ഒരു രണ്ട് പ്രോബ്ലം കൂടെ ചെയ്തിട്ട് പോകാനുള്ളത്. ഓക്കെ, സോ 2 charges plus 5 microcoulomb and minus 5 microcoulomb are placed 1 millimeter apart. Calculate the dipole moment. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം നിങ്ങൾക്ക് ഇക്വേഷൻ ഒന്നും അറിയത്തില്ലെങ്കിലും തന്നിരിക്കുന്ന ഒന്ന് എടുത്തെഴുതാൻ പറ്റുമല്ലോ, അതെങ്കിലും ചെയ്തു വെക്കുക. അപ്പം നോക്കുന്ന ടീച്ചേഴ്സിന് ഇതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചൊരിച്ചിരി മാർക്ക് തരാൻ തോന്നിയാൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചാർജസിനെ എടുത്തെഴുതാം. ചാർജ് എന്ന് പറയുന്നത് +5 മൈക്രോകൂളംബ്. അപ്പൊ ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഇവർ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്ലസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല,
5 മൈക്രോ കൂളം എടുത്ത് എഴുതിയാലും മതിയായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് 1 millimeter അപ്പാർട്ട്. അതായത് നമ്മൾ ഡിസ്റ്റൻസ് ആണ് തന്നേക്കുന്നത്. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വരച്ചു നോക്കാം. നമ്മുടെ ഡൈപോളിനെ -q +q വരച്ചിട്ട് അതിലുള്ള തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ 2a എന്നാണ് റെപ്രസെന്റ് ചെയ്തത് അല്ലേ. സോ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് 2a കിട്ടിയേക്കുന്നത് എത്രയാണ്? 1 millimeter. നമുക്കിവിടെ ഇത് മൈക്രോ കുളമ്പിലും മില്ലിമീറ്ററിലാണ്. അപ്പൊ അതിലിടാൻ പറ്റത്തില്ല, നമുക്കതിനെ SI യൂണിറ്റിലേക്ക് മാറ്റിയേ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 5 × 10⁻⁻6 കൂളോം. 1 മൈക്രോ കൂളോം ബേസ് 10⁻⁻6 കൂളോം. അപ്പൊ ഇവിടെ 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ 1 millimeterനെ 1 × 10⁻³ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ കൺവേർഷൻ ചെയ്തിട്ടേ നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ പോകാവൂ കേട്ടോ. And then we want to calculate the dipole moment. P is equal to Q into 2A. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ നമുക്ക് Q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 5 × 10⁻⁻6 into 1 × 10⁻⁻3. So the answer is 5 × 10⁻⁹. P ആണ്. യൂണിറ്റ് എന്ത് വരും? ചാർജിന്റെ യൂണിറ്റ് കൂളോംബ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ. കണ്ട, അപ്പൊ 5 × 10⁻⁹ കൂളം മീറ്റർ എന്നായിരിക്കും ആദ്യത്തെ ക്വസ്റ്റിന് ആൻസർ വരുന്നത്. എളുപ്പമല്ലേ? ഈ ഒരു ഇക്വേഷൻ കാണാൻ പഠിച്ചു വെച്ചാൽ സുമാറായിട്ട് നമ്മുടെ കയ്യിൽ ആ ബി പാർട്ടിന്റെ മാർക്കിംഗ് കയ്യിലിരിക്കും. ഓക്കെ, the next question is an electric dipole consisting of two opposite charges of magnitude 1/3 × 10⁻⁷ coulomb separated by 2 centimeter. The dipole is placed in an electric field of 3 × 10⁻⁷ Newton coulomb raised to -1. Find the magnitude of the maximum torque on the dipole. അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. Q is equal to 1/3 × 10⁻⁻7 coulomb. ഇതാണ് നമ്മുടെ ചാർജ് തന്നേക്കുന്നത്. ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2 centimeter which is equal to 2 × 10⁻⁻2 meter. ഇവിടെ വെച്ച് തന്നെ കൺവേർഷൻ ചെയ്തോണം കേട്ടോ, SI യൂണിറ്റിലേക്കുള്ളത്. പിന്നീട് വെക്കരുത്. ആൻഡ് ദേ ഗിവൺ ദി ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 3 × 10⁻⁷ ന്യൂട്ടൺ കൂളോംബ് റേസ്ഡ് ടു -1. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നമ്മളോട് അവർ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ടോർക്ക്, മാക്സിമം ടോർക്ക് കാണാനാണ്. അപ്പൊ ആദ്യം നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ എഴുതാം. P × E which is equal to PE sin θ ആണ്. സോ ടോർക്ക് മാക്സിമം എന്ന് പറയുമ്പം എന്ത് വരും? sin θ 1 ആവുന്ന കേസാണ്. സോ PE എന്ന് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, സോ അത് നമുക്കൊന്ന് ഇവിടെ എഴുതിയിടാം. ടോർക്ക് മാക്സിമം ഇസ് ഈക്വൽ ടു PE. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നമുക്ക് P ഇവർ തന്നിട്ടില്ല. നമുക്ക് തന്നതിനകത്തൊന്ന് P നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. P എന്ന് പറയുന്നത് 2 × QA ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. 2 ഉം QAയുടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് 2 / 3 × 10⁻⁷ × 10⁻⁻2 ഇത്രയും വരും. ആൻഡ് ദെൻ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോർക്ക് മാക്സിമം കാണാനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് 2/3 × 10⁻⁹ into electric field is 3 × 10⁻⁷. So the answer is 2 × 10⁻⁻2 ന്യൂട്ടൺ മീറ്റർ. ഇതാണ് ടോ മാക്സിമത്തിന്റെ ആൻസർ. ഓക്കെ, ദിസ് ഇസ് ആൻസർ. ഇനി നമുക്ക് 0.02 എന്ന് എണ്ണിൽ എഴുതാം, അല്ലെങ്കിൽ 10⁻⁻2 പവറിൽ എഴുതിയാലും മതിയാവും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. Most of the students were using calculator while doing problems and there are practical cases also. Practically വരുന്ന കേസിൽ അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പവേഴ്സ് വരുന്നത് കറക്റ്റ് ആയിട്ട് ഇടാൻ അറിയത്തില്ല എങ്കിൽ, കാൽക്കുലേറ്ററിൽ എങ്ങനെ ഇടാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്ക്രൂ ഗേജും വെർനിയറും ഒക്കെ ചെയ്യുമ്പം കാൽക്കുലേഷൻ എറർ വരാറുണ്ട്. അതിന്റെ കാരണം ഈ കാൽക്കുലേറ്റർ മര്യാദയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. സോ ഈ പവേഴ്സ് ഒരിക്കലും കാൽക്കുലേറ്ററിൽ ഇടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ദെൻ നിങ്ങൾ മാനുവൽ ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ ഇവിടെ തന്നെ കണ്ടറിയാം, നമുക്ക് 3 കട്ടായിട്ട് ബാക്കി 2 ഉള്ളൂ. -9 ഉം 7 ഉം ആണ്. അപ്പൊ അത് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പം ഇതിന്റെ പവേഴ്സ് ആഡ് ചെയ്യുക ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് -2 വരും, 10⁻⁻2 വരും. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നിങ്ങൾ എൻട്രൻസ് ഒക്കെ വരുമ്പോഴും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, അവിടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും ഫർദർ ഏത് എക്സാമിനാണെങ്കിലും, നെറ്റ് CSIR എക്സാമുകൾക്കാണെങ്കിലും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല.
സോ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഡിവിഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. So with this lecture, we learn about the effect of force or torque when a dipole is placed in an electric field, and it has two cases, uniform electric field and non-uniform electric field, and we have done two problems related to the topic. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.